ഈ വീഡിയോയിൽ ഇറാൻ, അമേരിക്ക ഉൾപ്പെടെയുള്ള കുറേ വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ആദ്യമായിട്ട് തന്നെ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ USS ഹാരി എസ് ട്രൂമൻ എന്ന് പറഞ്ഞ ഷിപ്പിനെ ഹൂത്തികൾ അറ്റാക്ക് ചെയ്തോ എന്നുള്ളൊരു വാർത്ത. അങ്ങനെ ഒരു അറ്റാക്ക് നടന്നിട്ടില്ല എന്നാണ് ഇപ്പം വാർത്തകൾ പുറത്തു വരുന്നത്. ഇത് സ്ഥിരം ഈ ഒരു പ്രോക്സികളുടെ സ്ഥിരമായിട്ടുള്ള നമ്പറാണ്. അതായത് എതിരാളിയെ ഞങ്ങൾ അറ്റാക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞു പരത്തി ഗ്ലോബലി തന്നെ അവരെ ഒന്ന് വീക്കൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെന്നുള്ളതാണ്. ഈ സൈക്കോളജിക്കൽ യുദ്ധമുറകളുടെ ഭാഗമായിട്ട് ഉന്നയിക്കുന്ന ചില തന്ത്രങ്ങളാണ്. ആ രീതിയിലുള്ള തന്ത്രമാണ് ഹൂത്തികൾ ഇപ്പം നടപ്പിലാക്കുന്നത്. ശരിക്കും ഈ ഹാരി എസ് ട്രൂമൻ എന്ന് പറഞ്ഞ ഈ ഒരു ഷിപ്പ് എരിത്രിയയുടെ ഭാഗത്താണ്. എരിട്രിയ എന്ന് പറഞ്ഞ ആ ഒരു രാജ്യത്തിന്റെ ലൊക്കേഷനിലാണ് ഇത് ഡോക്ക് ചെയ്തിരിക്കുന്നത്. ആ മാപ്പ് കാണിക്കാം, അതിൽ നിങ്ങൾ നോക്കിയാൽ മതി. എരിട്രിയ എന്ന് പറഞ്ഞ ആ ഒരു രാജ്യത്തിന്റെ സൈഡിലാണ് ഇത് ഡോക്ക് ചെയ്തിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. ഇതെന്താണെന്ന് പറഞ്ഞാൽ ഇറാന്റെ ഒരു ഷിപ്പ്, ഇറാന്റെ ഇന്റലിജൻസ് വിവരങ്ങൾ ചോർത്തുന്ന സിഗിൻഡ് എന്ന് പറഞ്ഞ ഒരു ഷിപ്പ്, ഇത് കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പാണ് ഇത് പുതിയതായിട്ട് പണി കഴിച്ച് ഇറാന്റെ നേവിയിൽ ഇത് കൂട്ടിച്ചേർത്തത്. ഇറാന്റെ തന്നെ നേതൃത്വത്തിൽ പലരുടെയും സഹായത്തോടു കൂടി ഇറാനിൽ തന്നെ നിർമ്മിച്ച് അവരുടെ നേവിയിൽ ചേർത്ത ഒരു പുത്തൻ ഐറ്റമാണ്. 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രത്യേകതകൾ ഈ ഒരു ഫ്ലീറ്റിനുണ്ട്. ഈ ഒരു പുതിയ വെസൽ അമേരിക്ക അടിച്ച് താഴ്ത്തി കളഞ്ഞിരിക്കുകയാണ്. പുതിയ വെസൽ എന്ന് പറഞ്ഞാൽ ഇത് എയർക്രാഫ്റ്റ് കാരിയറെ പോലെ അത്ര വലിയ ഫ്ലീറ്റ് അല്ല ഇത്, അതാദ്യം മനസ്സിലാക്കണം. ഇത് സാമാന്യ ഒരു ഡിസ്ട്രോയറിന്റെ ഒക്കെ അത്രയും വലിപ്പമുള്ള, അതിന്റെ ഇമേജ് ഞാനിവിടെ കാണിക്കാം. ഇതാണ് ആ ഒരു വെസൽ. ഈ വെസൽ ഇപ്പൊ മുങ്ങിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. കമ്പാരിറ്റീവ്ലി ഒരു മീഡിയം സൈസ് ചെറിയ വെസലുകളാണ്. അപ്പൊ ഇതൊക്കെ പെട്ടെന്ന് തന്നെ മുങ്ങിപ്പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഈ സിഗിൻഡ് എന്ന് പറഞ്ഞ ടെക്നോളജി എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ, ഇവർ ഏറ്റവും കൂടുതൽ സിഗ്നൽസ്, ഏറ്റവും കിലോമീറ്റർ കണക്കിൽ ദൂരെയുള്ള സിഗ്നൽസ് പിടിച്ചെടുത്ത് അതിൽ ഇവർ ഡീകോഡ് ചെയ്ത് ലൈവ് ഡേറ്റ കാര്യങ്ങളൊക്കെ ഇവർ ചോർത്തിയെടുക്കുന്നതാണ് ഇവരുടെ ഈ ഒരു വെസൽ കൊണ്ട് ഇവർ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ചുറ്റാകെ വരുന്ന കപ്പലുകളുടെ ആ ഒരു മൂവ്മെന്റ്സ് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന്റെ സിഗ്നൽസ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് ആ ഒരു ടെക്നോളജിയാണ് ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിലേക്ക് ഞാൻ വരാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം നടന്നിട്ടുണ്ട്. ആ സംഭവത്തിന്റെ പേരിലാണ് ഈ കപ്പലിനെ അമേരിക്ക അടിച്ച് താഴ്ത്തിയിട്ടത്, അല്ലാതെ വെറുതെ പോയി അടിച്ച് താഴ്ത്തിയിട്ടതല്ല. ഇതിനകത്ത് 700 മുതൽ 800 കിലോമീറ്റർ, നിയർലി ഒരു 1000 കിലോമീറ്റർ വരെയൊക്കെ കവറേജ് കിട്ടുന്ന തരത്തിലുള്ള റഡാർ സിസ്റ്റം ഒക്കെ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ കടലിനകത്ത് ഇങ്ങനെ ഇറങ്ങി സെയിൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ ചുറ്റുമുള്ള ഒരു 1000 കിലോമീറ്റർ സറൗണ്ടിങ്ങിൽ കംപ്ലീറ്റ് സിഗ്നലുകൾ ഇത് വലിച്ചെടുക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ രീതിയിലാണ് ഇതിന്റെ ടെക്നോളജി. ഇതിലുപരിയായിട്ട് എലിൻഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ എലിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ ഒരു ഷിപ്പിനകത്ത് ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വെച്ചോ, ഈ വെസൽ ഇത് സബറൈൻ അല്ല. ഈ സബറൈൻ അല്ലാത്തതുകൊണ്ട് തന്നെ ഇത് വിസിബിളി തന്നെ സെയിൽ ചെയ്ത് പോകുന്ന ഒരു വെസലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ കമ്മ്യൂണിക്കേറ്റ് ഡിവൈസിനെ, അതാണ് എലിൻഡ് എന്ന് പറയുന്നത്, ഇലക്ട്രോണിക് ഇന്റലിജൻസ്. അപ്പൊ അത് ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ച് ഇലക്ട്രോണിക് ഡിവൈസസ്, ഇവർ എന്ത് ഡിവൈസസ് ആണോ ഇവർ സിഗ്നലിനൊക്കെ ഉപയോഗിക്കുന്നത്, ഈ സിഗ്നൽ പിടിച്ചെടുക്കാൻ ഉപയോഗിക്കുന്നത്, ഇവർ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത്, ആ ഡിവൈസുകളെ ഹാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയും ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അവർ ഇത് വെച്ച് ഈ സിഗ്നൽ ഹാക്ക് ചെയ്തിട്ട് എന്ത് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്, ഇത് എൻക്രിപ്റ്റഡ് ഡേറ്റ ഒക്കെ ഇവർ പിടിച്ചെടുത്ത് അതിനെ പരമാവധി ശ്രമിക്കും ഡീകോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലതൊക്കെ ഡീകോഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ രീതിയിൽ എക്സ്പെർട്ടുകളെ വെച്ചിട്ട് ചിലപ്പോൾ ശ്രമിക്കാനുള്ള സാധ്യത ഉണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ ചില തരികിട പരിപാടികളെല്ലാം ഇവർ ചെയ്യാനുള്ള അങ്ങനത്തെ ഒരു വെസലായിരുന്നത്. അപ്പൊ ഇത് പെട്ടെന്ന് തന്നെ ഇറാന്റെ ഉള്ളിൽ കൂട്ടിച്ചേർത്തപ്പോഴത്തേക്കും ഇത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ, അമേരിക്ക എരിട്രിയയുടെ ഭാഗത്ത് കൊണ്ട് ഈ ഒരു USS ഹാരി എസ് ട്രൂമൻ എന്ന് പറഞ്ഞ ആ ഒരു ഷിപ്പിനെ അവിടെ റെഡ് സീയുടെ തന്നെ ഉള്ളിൽ എരിട്രിയയുടെ ഭാഗത്താണ് കൊണ്ടിട്ടിരിക്കുന്നത്. ആഫ്രിക്കൻ റീജിയന്റെ ആ സൈഡിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഈ റെഡ് സീ എന്ന് പറയുമ്പോൾ അത് ഇതുപോലെ ഒരു ചെറിയ സ്ഥലമല്ലേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഈ സൈഡിലാണ് ഇട്ടിരിക്കുന്നത്, അത്രേ ഉള്ളൂ. അപ്പുറത്തെ സൈഡിൽ സൗദി അറേബ്യ, യമനും കിടപ്പുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇറാൻ കിടക്കുന്നത്. ഈ സൈഡിൽ നിന്നാണ് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് യമനിലോട്ട്. അപ്പം ഇറാൻ ഈ ഒരു വെസൽ ഉപയോഗിച്ച് അമേരിക്കയുടെ ഷിപ്പിന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത്, കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു വെസൽസ്, അതായത് ഈ ഫ്ലീറ്റ്, ഈ എയർക്രാഫ്റ്റ് കാരിയർ ഫ്ലീറ്റുകളൊക്കെ പോകുമ്പോഴത്തേക്കും അവരുടെ AIS സിസ്റ്റം, അതായത് ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം അവർ ഓഫാക്കി വെച്ചിട്ടായിരിക്കും പോകുന്നത്. പക്ഷേ ഈ ഷിപ്പിന്റെ ഉള്ളിൽ വേറെയും പല എക്യുപ്മെന്റ്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള മിഷനറീസിന്റെ റണ്ണിങ് ഉള്ളത് കൊണ്ട് തന്നെ പല രീതിയിലുള്ള ഡിറ്റക്ഷൻ, പല രീതിയിലുള്ള വേവ്സ് ഒക്കെ ഇതിൽ നിന്ന് പുറത്തു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെ പല ഇതര കാരണങ്ങൾ കൊണ്ട് AIS സിസ്റ്റം നമ്മൾ ഓഫാക്കി വെച്ചാൽ തന്നെയും മറ്റു ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഈ ഒരു ഷിപ്പിനെ ട്രാക്ക് ചെയ്യാൻ കഴിയും. ഹൈ ലെവൽ സിഗ്നൽ ഇന്റലിജൻസ് എടുക്കുന്ന ഒരു വെസലാണ് ഇറാന്റെ കയ്യിൽ. ഇവര് ഈ USS ഹാരി എസ് ട്രൂമന്റെ ലൊക്കേഷൻ ഇവർ ട്രാക്ക് ചെയ്ത്, ഇവർ ആ ലൊക്കേഷന്റെ കൃത്യമായ ലൊക്കേഷൻ ഇവർ ചോർത്തി ഇവർ ഹൂത്തികൾക്ക് അയച്ചു കൊടുത്തു. അപ്പൊ അതാണ് US ഒഫൻസീവ് ആയത്. ഇവിടെ ഈ ഹാരി എസ് ട്രൂമൻ എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ മാസീവ് ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് കാരിയറാണ്. അതിനകത്ത് ഇതിനേക്കാളും ഇരട്ടി ടെക്നോളജി ഉണ്ട്. അപ്പൊ ഇവർ എങ്ങനെയാണോ അവിടെ സിഗ്നൽ ചോർത്തിയത്, അമേരിക്കയുടെ എയർക്രാഫ്റ്റ് കാരിയർ അവിടെ നിന്ന് തിരിച്ച് ഈ സിഗ്നലിനെ ട്രാക്ക് ചെയ്ത്
ഈ സിഗ്നൽ ക്യാപ്ചർ ചെയ്ത് സിഗ്നലിനെ ട്രാക്ക് ചെയ്ത് ലൊക്കേറ്റ് ചെയ്തപ്പോഴത്തേക്കും സാധനം ഈ ഒരു സംഭവത്തിനാണ് സിഗ്നൽ പോയിരിക്കുന്നത് ഇറാന്റെ വെസലിൽ. അപ്പൊ ഇത് കൃത്യമായിട്ട് അവർ കണ്ടെത്തി, അതുകൊണ്ടാണ് അതിനെ പോയി അടിച്ചത്. പക്ഷെ ഇറാൻ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല കേട്ടോ. ഇറാൻ ഇതുവരെ ഓപ്പൺ ആയിട്ട് അംഗീകരിച്ചിട്ടില്ല. ഇറാൻ സമ്മതിക്കാൻ തയ്യാറുമല്ല എന്നുള്ളതാണ്. ഇത് വെള്ളത്തിനടി പോയെന്നുള്ളത് ഇനിയിപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇറാൻ സമ്മതിക്കുമായിരിക്കാം. കഴിഞ്ഞ വർഷം ഇസ്രായേൽ പോയി അറ്റാക്ക് ചെയ്തിട്ട് വന്നപ്പോഴത്തേക്ക് അവർ ആദ്യം അംഗീകരിക്കാൻ തയ്യാറായില്ല. പിന്നെ ലിമിറ്റഡ് ഡാമേജ് ആയി, കുറെ കാര്യങ്ങളൊക്കെ വെളിയിൽ വന്നതും പിന്നെ ഇത് അപാരമായുള്ള ആക്രമണമായിരുന്നു ഞങ്ങളുടെ ന്യൂക്ലിയർ പിന്നീടാണ് അവർ സമ്മതിക്കുന്നത്. അപ്പൊ ഇതേപോലത്തെ സ്വഭാവം ഇറാനുണ്ട്. ആദ്യം അവർ കുറച്ച് നാണക്കേടാണ്, അപ്പൊ അവർ പെട്ടെന്ന് പുറത്ത് പറയില്ല, ഒരു കാര്യങ്ങളും പുറത്ത് പറയില്ല എന്നുള്ളതാണ്. അത് അവർക്ക് ഒരു ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം എപ്പോഴും ഉള്ളതാണ്. ഇതാണ് അമേരിക്ക ഇറാന്റെ ആ ഒരു വെസലിനെ അടിച്ച് താഴ്ത്താനുള്ള റീസൺ. ഇനിയിപ്പോ നമ്മൾ നേരെ അമേരിക്കയിലോട്ട് വരാം. അമേരിക്കയിൽ കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വെനീസുവലയിൽ നിന്നുള്ള കുറേ ഈ അനധികൃത കുടിയേറ്റക്കാരെ കയറ്റി അയക്കുകയാണ്. അവരെ കയറ്റി അയക്കുന്ന രംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരൊക്കെ ഇല്ലീഗൽ എമിഗ്രന്റ് ആണെങ്കിൽ സ്വമേധി അവർ ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് വരുന്നതായിരിക്കും നല്ലത്. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാര്യം ആ രീതിയിലാണ് കയറ്റി അയക്കുന്നത്. പക്ഷെ ഇന്ത്യക്കാരോട് ഈ രീതിയിലുള്ള ക്രൂരതകളൊന്നും അവിടെ കാണിക്കപ്പെടുന്നില്ല എന്നാണ് പൊതുവിലുള്ള അറിവ്. ഇതുവരെ അങ്ങനത്തെ വാർത്തകളൊന്നും പുറത്ത് വന്നിട്ടില്ല. കാരണം അമേരിക്കയാണ്, കാര്യങ്ങളൊക്കെ ഏറ്റവും എളുപ്പത്തിൽ തന്നെ പുറത്തു വരും. ആരവിടെ പിടിച്ചു നിർത്തി ഹൈഡ് ചെയ്ത് വെക്കത്തൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഡെമോക്രാറ്റിക് കൺട്രിയാണ്, അത് പുറത്തു വരും. അതുപോലെ തന്നെ ഇപ്പൊ വെനിസുലയുടെ ഈ ഒരു പിക്ചേഴ്സ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. വെനിസുല അനധികൃത കുടിയേറ്റക്കാർ ദിവസേന പുറത്താക്കപ്പെടുകയാണ്. ഈ വെനിസുലയിൽ ഭരിക്കുന്ന വെനിസുല ഭരണാധികാരി ഈ ഒരു അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചെടുക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഇവർ അവിടെ തന്നെ പല ക്രിമിനൽ ആക്ടിവിറ്റീസും ചെയ്തിട്ട് ഇങ്ങോട്ട് കടന്നു കയറിയ ഒരുപാട് ആൾക്കാരുണ്ട്. ഇതുവരെ 3 ലക്ഷം ആൾക്കാരെ കണ്ടെത്തിയിട്ടുണ്ട്. വെനിസുല അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്കയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ട്രംപിന് ഇതിനകത്ത് കുറ്റം പറയാനൊന്നുമില്ല. അനധികൃതമായിട്ട് ഒരു രാജ്യത്ത് പോയി കയറുക എന്നുള്ളത് ഒരു ക്രിമിനൽ കുറ്റം തന്നെയാണ്. പോലീസിന്റെ ഒരു രീതി തന്നെയാണ് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്. ആ രീതിയിലല്ലാതെ അവര് ബിരിയാണി കഴിക്കാനും അല്ലെങ്കിൽ ചായ കുടിക്കാനും പരിപ്പോട കഴിക്കാനല്ലോ വിളിക്കുന്നത്. അതുകൊണ്ട് കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ ഹാൻഡ് കഫ് ഉൾപ്പെടെയുള്ള ആ രാജ്യത്തിന്റെ പ്രൊസീജിയർ എന്താണോ അത് ഫോളോ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതിപ്പോ ഇന്ത്യക്കാരായാലും അത് ഫോളോ ചെയ്യാൻ ബാധ്യസ്ഥരാവും. അത് തന്നെയാണ് അതിന്റെ ഒരു അവസ്ഥ. അനധികൃത കുടിയേറ്റക്കാരെ വെനിസുലയ്ക്കല്ല അയക്കുന്നത്, വേറെ വേറെ രാജ്യങ്ങൾക്കാണ് അയക്കുന്നത്. ഇപ്പം ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കയോട് ഒരു ചെറിയ വിയോജിപ്പുമായിട്ട് വന്നിരിക്കുകയാണ് ഈ ഒരു വിഷയം കൊണ്ട് തന്നെ. കാര്യം പല രാജ്യങ്ങൾക്ക്, ലാറ്റിൻ അമേരിക്കയിലുള്ള പല രാജ്യങ്ങൾക്ക് തന്നെയാണ് കയറ്റി അയക്കുന്നത്. എൽ സാൽവഡോർ, കൊണ്ടോറാസ് ഇങ്ങനത്തെ സ്ഥലങ്ങൾക്കൊക്കെയാണ് കയറ്റി അയക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഉണ്ടെന്നില്ല, മെജോറിറ്റി ആൾക്കാർക്ക് ക്രിമിനൽ റെക്കോർഡ് ഉണ്ട് വെനിസുലയിൽ. അതുകൊണ്ടാണ് ഈ രീതിയിൽ ആ രാജ്യം തന്നെ ഇവർ വേണ്ടാന്ന് പറയുന്നത്. ഇതിലുപരിയായിട്ട് ഒരു വിഷയം കൂടെ അമേരിക്കയുടെ ഉള്ളിൽ സ്പാർക്ക് ആകുന്നുണ്ട്. അത് വേറെ ഒന്നുമില്ല, ഈ ഹമാസിനെ അനുകൂലിക്കുന്ന ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനത്തെ കുറെ ആൾക്കാരെ പിടിച്ച് കയറ്റി അയക്കുന്നുണ്ട്. അപ്പൊ അതിപ്പോ എന്താണ് സംഭവം വെച്ചാൽ ലീഗലായിട്ട് തന്നെ, അപ്പൊ ഗ്രീൻ കാർഡ് ഹോൾഡർ ആയിക്കോട്ടെ, നിങ്ങൾ വിസ ഹോൾഡർ ആയിക്കോട്ടെ, നിങ്ങൾ ഏത് തരത്തിലുള്ള സിറ്റിസൺ ആയാലും തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ നിങ്ങൾ ഡീപ്പോർട്ട് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ അമേരിക്കയുടെ ഉള്ളിൽ നടക്കുന്നതാണ് തകൃതിയായിട്ട്. നസറുള്ളയുടെ ബറിയൽ സെറമണിക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് US നിന്ന് വന്ന് പങ്കെടുത്തിട്ട് തിരിച്ച് US പോയതാണ്. പോകാൻ വേണ്ടി പോയപ്പോഴത്തേക്കും US അവർക്ക് എൻട്രി പെർമിറ്റ് നിഷേധിച്ചു. അപ്പൊ ഇതുപോലെ സ്റ്റുഡന്റുകൾ ശ്രദ്ധിക്കണം. ഇന്ത്യയിൽ നിന്ന് പോകുന്ന സ്റ്റുഡന്റ് ആയിക്കോട്ടെ, പഠിക്കാനാണ് പോയെന്നുണ്ടെങ്കിൽ അത് അന്യരാജ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ട് അവിടെ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് കാര്യം. വേറെ ഒന്നുമില്ല, ഏത് ലെവലിലുള്ള സിറ്റിസൺ ആണെങ്കിലും ഈ വിഷയം നിങ്ങളെ ബാധിക്കും. ആ രാജ്യത്തിന് താല്പര്യമില്ലാത്ത പ്രവർത്തികളിൽ നിങ്ങൾ ഏർപ്പെടാതിരിക്കുക, അതാണ് നോക്കേണ്ടത്. ഒരുപാട് ആൾക്കാരെ നുള്ളിപ്പറക്കി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഏത് നേരത്തും അവരെ കയറ്റിവിടും. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും അടുത്ത വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.